അടുത്തത് സോൾ ബെല്ലോയുടെ ഒരു വർക്കാണ് നമ്മൾ നോക്കുന്നത്. സോൾ ബെല്ലോയുടെ ദ റെക്കർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോൾ ബെല്ലോ ആരാണെന്ന് നോക്കാം. സോൾ ബെല്ലോയുടെ അല്ലെങ്കിൽ സോൾ ബെല്ലോ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു അമേരിക്കൻ റൈറ്ററാണ്. 20th സെഞ്ച്വറി റൈറ്ററാണ്. ലിറ്ററേച്ചറിലെ നൊബേൽ ലോറേറ്റ് ആണ് അദ്ദേഹം. ആൻഡ് വളരെ റിച്ച് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അദ്ദേഹത്തിൻ്റേത്. അതായത് മോഡേൺ ലൈഫിനെ കുറിച്ചുള്ള വളരെ ഷാർപ്പായിട്ടുള്ള കമൻട്രിയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്തുള്ളതെല്ലാം ഉള്ളത്. ഏലിനേഷൻ, ഐഡൻറ്റിറ്റി, സെർച്ച് ഫോർ മീനിങ്, ഇതൊക്കെയാണ് മോഡേണിസ്റ്റ് നോവൽസിനകത്ത് നമുക്ക് നമ്മൾ കാണുന്ന തീംസ്. സോ മോഡേൺ ലൈഫിൽ അതേ തീംസ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്തും ഉള്ളത്. നോവൽസ് ആണെങ്കിലും ഷോർട്ട് സ്റ്റോറി ആണെങ്കിലും അതിൻ്റെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള രീതി, പൊയറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ്, പിന്നെ മോഡേൺ ഏജിലുള്ള എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡൈലമാസ്, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോൾ ബെല്ലോയുടെ അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ഹെർസോഗ് ഉണ്ട്, പിന്നെ ഹംബോൾസ് ഗിഫ്റ്റ് ഉണ്ട്, ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓഗി മാർച്ച് ഉണ്ട്. സോ അമേരിക്കൻ ലിറ്ററേച്ചറിൽ തന്നെ ഹ്യൂമൻ സൈക്ക്, അതുപോലെ ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച്, കണ്ടംപററി സൊസൈറ്റിയുടെ ചലഞ്ചസിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ സോ നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ ഒരു കുഞ്ഞ് സമ്മറി പോലെ നോക്കാം. അപ്പം ഇതൊരു ഷോർട്ട് വർക്കാണ് സോൾ ബെല്ലോയുടെ ദ റെക്കർ എന്നുള്ളത്. ഒരു സോളിറ്ററി മാനെ കുറിച്ചാണ്. അതായത് ആ സോളിറ്ററി മാൻ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ അതായത് ആ മനുഷ്യൻ എങ്ങനെ സ്വയം പെർസീവ് ചെയ്തിരിക്കുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇയാൾക്ക് തന്നെ ഒരു ഔട്ട്സൈഡർ ആയിട്ടാണ് തോന്നുന്നത്. ആൻഡ് ഓൾസോ ഒരു ഡിസ്ട്രക്ഷൻ കൊണ്ടുവരുന്ന ഒരു ഫോഴ്സായിട്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്തോ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണെന്നും, അതായത് അദ്ദേഹത്തിൻ്റെ റോള് സൊസൈറ്റിയിൽ, അതായത് മൊത്തത്തിൽ അദ്ദേഹം ഒരു ബാഡ് ഓമൻ കൈൻഡ് ഓഫ് പേഴ്സൺ ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരു കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് വന്നുപോയി. അതായത് നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന വേൾഡ് എന്ന് പറഞ്ഞാൽ അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ ഭയങ്കര ലോൺലിനെസ് ഉള്ളൊരു മനുഷ്യനാണ്. സോ ഒരു അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടക്കുന്ന കുറേ സീരീസ് ഓഫ് ആക്ഷൻസും അദ്ദേഹത്തിൻ്റെ ചുറ്റിനുമുള്ള ആളുകളുടെ കുറേ ലൈഫിലെ കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. കുറേ എപ്പിസോഡ്സ് ആയിട്ടാണ് ഈ സ്റ്റോറി പറഞ്ഞു പോയേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഇന്നർ ടെർമോയിൽസ്, പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ ആ സെൻസ് ഓഫ് ഐസൊലേഷൻ, മോഡേൺ ലൈഫിനെ കുറിച്ചുള്ളൊരു സഡൻ റിയലൈസേഷൻ, അതായത് ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ആണെങ്കിലും ഈ പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിലും വെളിയിലുള്ള ആളുകളുടെ സിറ്റുവേഷൻ ലൈഫാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു തോന്നൽ ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വരികയാണ്, ഈ ഒരു ക്യാരക്ടറിൻ്റെ മൈൻഡിൽ. സോ അദ്ദേഹത്തിൻ്റെ ലോൺലിനെസ് അല്ലെങ്കിൽ ഏലിനേഷൻ ഡീപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു എന്താ പറയുക കൈൻഡ് ഓഫ് ഒരു ഇമോഷൻ, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ടെൻഷൻ ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇരുന്ന് കൂടുതൽ ഇദ്ദേഹം ഒറ്റപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇമോഷൻസിൻ്റെ ആ ഒരു റിലീസും, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ എക്സ്റ്റേണൽ ആക്റ്റും ഇതെല്ലാം കൂടിയാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് പറഞ്ഞു പോകുന്നത്. വളരെ ഐറോണിക്കലായിട്ടാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. പിന്നെ ഒരു ആംബിഗസ് ആയിട്ടുള്ള എൻഡിങ് ആണ് ഈ ഒരു നോവലിനും ഈ ഒരു വർക്കിനും ഉള്ളത്. അതായത് മാനിൻ്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസാണ് നമ്മുടെ വേൾഡിനെ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിഡംഷനിലോട്ടാണെങ്കിലും ഡാമിനേഷനിലോട്ട് പോവുകയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ആക്ഷൻസിൻ്റെ റിസൾട്ടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ സെൽഫിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ, ഇതുപോലെ തന്നെ മോഡേൺ ലൈഫിനെ കുറിച്ചുള്ളൊരു കമൻറ്ററി, ആ മോഡേൺ ലൈഫിനുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള കമൻറ്ററിയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ദ റെക്കർ എന്ന് പറയുന്നത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഐഡൻറ്റിറ്റിയെക്കുറിച്ചും മോഡേൺ മാനിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്നർ ടെർമോയിൽ ആൻഡ് ഏലിനേഷൻ. നമ്മുടെ പ്രൊട്ടാഗോണിസ്റ്റ് അദ്ദേഹത്തിനെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു റെക്കറായിട്ടാണ്. WRECKER എന്ന് വെച്ചാൽ എന്ത് പറയുക, റെക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഡിസ്ട്രോയ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് ഉള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റും ഒക്കെയാണ് കാണിക്കുന്നത്. മോഡേൺ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും ഓരോ ഷെല്ലിലാണ് താമസിക്കുന്നത്, എല്ലാവരും ഓരോ പ്രിട്ടൻഷനിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ സർവൈവ് ചെയ്ത് പോകുന്നത്. സോ ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് വളരെ ഡിസ്ട്രക്റ്റീവാണ്. അദ്ദേഹം സൊസൈറ്റിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയൊക്കെ മറികടന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കുറച്ച് റോ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഇദ്ദേഹത്തിനുള്ളത്. പിന്നെ മോഡേണിറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് റീഡേഴ്സിനെ ചലഞ്ച് ചെയ്യുകയാണ്. ഈ മോഡേൺ ലൈഫിൻ്റെ ആ ഒരു മെക്കനൈസേഷൻ, ഡീപേഴ്സണലൈസേഷൻ, മെറ്റീരിയൽസിന് പുറകെയുള്ള ഓട്ടം, ഇതൊക്കെയെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസിനെ ഐസൊലേറ്റഡ് ആക്കി മാറ്റാനുള്ള കുറേ കാര്യങ്ങളാണ് മോഡേൺ ലൈഫിലുള്ളത്. അപ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ട് ഇത് പറയുവാണ് നമ്മുടെ നോവലിലൂടെ. ഈ പ്രൊട്ടാഗണിസ്റ്റും അങ്ങനെ തന്നെയാണ്, പക്ഷെ അതിനകത്ത് വിട്ട് പോകണമെന്ന് അദ്ദേഹത്തിന് ഒരു ഇതുണ്ട്.
ഡിസ്ട്രക്ഷൻ്റെ ഡുവൽ നേച്ചറാണ് അടുത്തത്. അപ്പോൾ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ പറയുക, മനസ്സിനകത്തുള്ള കുറേ കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചിന്തകളും വെളിയിലുള്ള കുറേ കാര്യങ്ങളും ഡിസ്ട്രോയ് ചെയ്ത് കളയുക. അതാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. പിന്നെ എക്സിസ്റ്റൻഷ്യൽ എൻക്വയറി, അതായത് നമ്മുടെ മോഡേൺ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലൈഫിൻ്റെ മീനിങ് എന്താണ്, എക്സിസ്റ്റൻസ് എന്താണ്, അതൊക്കെയാണ്. അപ്പോൾ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ആക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കിയാൽ അതൊക്കെ ഒറിജിനലാണോ, നമുക്ക് ഫെമിലിയർ ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യാനാണ് നോക്കുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വർക്കിനകത്ത് അനലൈസ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന മേജർ ഇൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏർലി ഇൻ ദ നറേറ്റീവ് തുടങ്ങുന്ന സമയത്ത് പ്രൊട്ടാഗണിസ്റ്റ് വളരെ പെയിൻഫുൾ ആയിട്ട് അവെയർ ആവുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം സൊസൈറ്റിയിൽ ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത്. ഈ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ ഇൻഡിഫറൻറ്റ് ആൻഡ് മെക്കാനിസ്റ്റിക് ആണെന്ന്. പിന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ കുറേ കൈൻഡ് ഓഫ് ആക്ഷൻസിലൂടെ, അദ്ദേഹത്തിൻ്റെ കുറേ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസും അതിനോടൊപ്പം തന്നെ കുറേ റിയലൈസേഷൻസും അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇമ്പൾസീവായിട്ട് എടുത്ത് അദ്ദേഹം കുറേ ഡിസിഷൻസ് എടുത്തു, അതിൻ്റെ കുറേ റിസൾട്ടുമാണ്. പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ ഇങ്ങനെ ഫേസ് ചെയ്തു. അപ്പോൾ അതും ഇൻറ്റേർണൽ ആയിട്ടുള്ള റിവോൾട്ടും ഉണ്ട്, അല്ലാതെ ഉള്ള ഫിസിക്കൽ റിവോൾട്ടും ഈ ഒരു പ്രൊട്ടാഗണിസ്റ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അപ്പം നമ്മുടെ ഈ ഒരു പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ആക്ഷൻസിൻ്റെ കോൺസിക്വൻസസ് ആണ് നമ്മൾ ഈ ഒരു സ്റ്റോറിക്കകത്ത് കാണുന്നത്. അതായത് ഓരോ മനുഷ്യനും എന്ത് തീരുമാനങ്ങളാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ലൈഫ് എങ്ങനെയാണോ ലീഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള റിസൾട്ട് ആയിരിക്കും അയാൾക്ക് ലൈഫിൽ കിട്ടുന്നത്. അതാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്ന നറേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു അൺസർട്ടൺ ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് ഇതിനകത്തുള്ളത്. പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ലൈഫിനെ തന്നെ മാറ്റി മറിക്കുകയാണ് ചെയ്യുന്നത്. സോ അത് ശരിക്കും പറഞ്ഞാൽ അയാളുടെ ലൈഫിനെ അത് മാറ്റിമറിച്ചത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്നുള്ളത്, അത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആണോ അതോ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറച്ചും കൂടി ലിബറേറ്റിംഗ് ആയിട്ടാണോ കൊടുത്തത് അല്ലെങ്കിൽ ആയത് എന്നുള്ളൊരു കൈൻഡ് ഓഫ് അൺസർട്ടൺ ആയിട്ടുള്ള രീതിയിലാണ്. അത് ഇറ്റ് ഇസ് അപ് ടു റീഡേഴ്സ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു നോവലും എൻഡ് ചെയ്യുന്നത്. മറ്റേ വർക്ക് പോലെ തന്നെയാണിത്. അപ്പോൾ ഏലിനേഷനും ഐസൊലേഷനും ആണ് ഇതിനകത്ത് വരുന്നത്. പ്രൊട്ടാഗണിസ്റ്റ് വളരെ ഒരു മോഡേൺ ആണ്, പക്ഷേ ഒരു ഔട്ട്സൈഡറായിട്ട് ഫീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. സൊസൈറ്റി ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. പിന്നെന്താണ്, ഈ അദ്ദേഹത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് അദ്ദേഹം സ്വന്തമായിട്ട് റെക്കർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മോഡേണിറ്റിയും ഒതൻറ്റിസിറ്റിയും തമ്മിലുള്ളൊരു കൈൻഡ് ഓഫ് ടെൻഷൻ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ജെന്യുവൻ അല്ലാത്തത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ കണ്ടീഷൻ, ഇപ്പോഴത്തെ ഈ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡിലുള്ള ഹ്യൂമൻ കണ്ടീഷൻ എങ്ങനെ മാറുന്നു, നമ്മുടെ മീനിങ് എന്താണ്, നമ്മുടെ മീനിങ് ഓഫ് ലൈഫ് എന്താണ്, നമ്മുടെ എക്സിസ്റ്റൻസ് എന്താണ്, നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളതൊക്കെയാണ് ഈ ഒരു സ്റ്റോറി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിനെ ദ റെക്കർ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ഒരു ഔട്ട്സൈഡറാണ്, ഒരു റിബൽ പോലെയാണ്. ഇപ്പോഴത്തെ പ്രിവെയിലിംഗ് സോഷ്യൽ ഓർഡറിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ ഒരു പ്രൊട്ടാഗണിസ്റ്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇന്നർ ബാറ്റിലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റൻസിനെ ഐഡൻറ്റിറ്റിയെ സ്വയം ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതുപോലെ തന്നെ സൊസൈറ്റിയെ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇമ്പൾസസ് ആണ് ഉള്ളത്. ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആൻഡ് കെയോട്ടിക്കാണ്. എന്താണോ അദ്ദേഹത്തിന് മൈൻഡിൽ തോന്നുന്നത് അതാണ് ഇമ്പൾസീവായിട്ട് അദ്ദേഹം ചെയ്യുന്നത്. പിന്നെന്താണ് പറയുന്നത്, ഒരു ക്ലിയർ കട്ട് വില്ലനാണോ ഹീറോ ആണോ എന്ന് നമുക്കതിനെ പറയാൻ സാധിക്കുന്നില്ല. ഒരു കൈൻഡ് ഓഫ് പാരഡോക്സ് ആയിട്ടാണ് ഒരു ക്യാരക്ടറിൽ നിൽക്കുന്നത്. സെൽഫ് ഡിസ്ട്രക്ഷനും ഉണ്ട്. ആ സെൽഫ് ഡിസ്ട്രക്ഷനിലൂടെ ആക്ട് ഓഫ് ലിബറേഷനാണോ ഇദ്ദേഹത്തിന് കിട്ടുന്നത്, അതോ അദ്ദേഹം കൂടുതൽ ഒറ്റപ്പെട്ട് പോകുവാണോ എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ട്രാജിക് ഫിഗറാണ്. കാരണം ഈ ഒരു വേൾഡുമായിട്ട് ഇദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമില്ല. പക്ഷേ ഈ വേൾഡിനെതിരെ ഇദ്ദേഹം ഫൈറ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റിലാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പം ഇത്രയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്.